കല്യാണിയുടെ അമ്മ സന്ധ്യ അറസ്റ്റിലാണ്. സന്ധ്യക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതേസമയം പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധി വളർച്ച തന്റെ മകൾക്കില്ലെന്ന് സന്ധ്യയുടെ അമ്മ അല്ലി പറഞ്ഞു. കല്യാണിയെ മുൻപും അമ്മ സന്ധ്യ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഭർത്താവ് സുഭാഷിന്റെ വീട്ടുകാരും ആരോപിക്കുന്നു. കല്യാണിയുടേത് മുങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നു പുലർച്ചെയാണ് 3 വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം മൂഴിക്കുളം പാലത്തിന് താഴെ നിന്നും കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയോടെ കല്യാണിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിൽ അമ്മ സന്ധ്യ കുറ്റം സമ്മതിച്ചുവെന്നാണ് ആലുവ റൂറൽ SP M ഹേമലത പറഞ്ഞത്. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ബന്ധുക്കളെ ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവർ സമ്മതിക്കുന്നുണ്ട്, പക്ഷേ അതിൽ നമ്മൾ കുറച്ചും കൂടി നമുക്കിന്നും വ്യക്തമായിട്ടില്ല. വി ആർ സ്റ്റിൽ വർക്കിംഗ് ഓൺ ദാറ്റ്. അവർ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ചും കൂടി ഇനിയും അവരോട് സംസാരിക്കണം. നമ്മളിപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോടതിയിൽ കൊടുക്കും, പിന്നെ കസ്റ്റഡി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. മറ്റക്കുഴിയിലെ വീട്ടിലുള്ളവർക്കും അംഗനവാടിയിലുമെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു 3 വയസ്സുകാരി കല്യാണി. വരുന്ന അധ്യയന വർഷത്തിൽ പുതിയ സ്കൂളിൽ പോകാനിരിക്കെയാണ് കല്യാണിയുടെ വിയോഗം. ഇന്നലെ 3 മണിയോടെ കുട്ടിയെ അംഗനവാടിയിൽ നിന്നും അമ്മ സന്ധ്യ കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. പിന്നീട് ബന്ധുക്കൾ കണ്ടത് കല്യാണിയുടെ ജീവനറ്റ ശരീരം. ഞാൻ വീണ്ടും മുകളിലായിരുന്നു. വീണ്ടും മുകളിൽ കയറണ വരെ അമ്മ താഴെ ഉണ്ടായിരുന്നു. വീണ്ടും മുകളിൽ കയറി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. അത് ഞാൻ വിളിച്ചൊക്കെ നോക്കി. അന്നേരം ആള് ഇവിടെ ഇല്ല, പെണ്ണിനെ വിളിക്കാൻ പോയിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു. കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത വന്നതോടെ തന്നെ പോലീസ് അമ്മയുടെ മൊഴിയെടുത്തിരുന്നു. എന്നാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അമ്മ പറഞ്ഞിരുന്നത്. സന്ധ്യ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന വിവരമാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത്. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് സന്ധ്യയുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ. സന്ധ്യക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എന്തെങ്കിലുണ്ടോ? ഇല്ല, ഈ ദേഷ്യം കയറി ഒച്ചപ്പാടുണ്ടാക്കും, അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമുള്ളൂ. അപ്പൊ അവനും വന്ന് എന്തെങ്കിലും പറയുമ്പോ ചാടി പറയും. അവനായിട്ട് അങ്ങനെ ചേർന്ന് പോകില്ല, എപ്പോഴും വഴക്കാണ്. മാനസിക ആരോഗ്യം സംബന്ധിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാത്രമാകും പോലീസ് തീരുമാനമെടുക്കുക. വൈദ്യപരിശോധന നടത്തുന്ന ഡോക്ടറുടെ നിർദ്ദേശം പോലീസ് സ്വീകരിക്കും. സന്ധ്യ മുൻപും കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഭർത്തമാതാവ് രാജമ്മ പറഞ്ഞു. മൂത്ത മകൻ കാശിനാഥിനെ ടോർച്ച് കൊണ്ടടിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഐസ്ക്രീമിൽ വിഷം നൽകാനുള്ള ശ്രമം നടത്തിയിരുന്നുവെന്നും രാജമ്മ പറഞ്ഞു. ഈ കൊച്ചിനെ ടോർച്ച് വെച്ച് ഇതിന്റെ തലയ്ക്കടിച്ച് മുഴച്ച്, അത് കഴിഞ്ഞും അതിന്റെ അനിയത്തി കൊച്ചിനെ തലണ കണ്ടപ്പോ അതിന്റെ ചെവിയുടെ ഇവിടെ അടിയുണ്ട്. അന്ന് പോയ സമയത്ത് ഇതുങ്ങൾക്ക് ഐസ്ക്രീമിൽ വിഷവും കൂടെ മേടിച്ച് കലക്കിക്കൊണ്ട് എന്നിട്ട് അവക്കടെ അമ്മ തന്നെ തട്ടിക്കാന്നത്. അതും ആ അമ്മ തന്നെ പറഞ്ഞ ഞങ്ങൾ അറിഞ്ഞത്. വിഷം ഇതുങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാന്ന്. പിതാവിന് സുഖമില്ലാത്തതിനാൽ കുറച്ചു നാളായി ആശുപത്രിയിലായിരുന്നു കല്യാണിയുടെ അച്ഛൻ സുഭാഷ്. ഇന്നലെ രാവിലെ വീട്ടിലെത്തി. എന്നാൽ സന്ധ്യയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല എന്നും അച്ഛൻ സുഭാഷ് പറഞ്ഞു. രാവിലെ ഒരു കുഴപ്പമുണ്ടായില്ല. രാവിലെ എന്നോട് വന്നിട്ട് പറഞ്ഞു പെണ്ണിനെ അംഗൻവാടിയിൽ വിടണം, ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ പോകാൻ, അംഗൻവാടി പോകാനായിട്ടുള്ളൂ. സ്കൂളിൽ ആയി കഴിഞ്ഞ് പിന്നെ സ്കൂളിലാണല്ലോ. ഞാൻ ആ എറിയത്തിരിക്കുമ്പോൾ എനിക്ക് ചായയും കൊണ്ടു തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഇടപാട് നടത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ സന്ധ്യയെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.